Guruji, I was in the kitchen watching some special medicines being prepared, and I realized that there are some trade secrets, there are some secret formulas that you use as medicines internally and externally for your patients. Can you tell us a little bit more about Kalari Marma Chikitsa formulations? കളരി ചികിത്സയിലെ മരുന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പുറത്ത് അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് അതേ സമയത്ത് ഉള്ളിൽ കഴിക്കാനുള്ളതുണ്ട്. ഉള്ളിൽ കഴിക്കാനുള്ള ഇതുകൾ കൂടുതലായിട്ടും നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് ചെറിയങ്ങാടി, വലിയങ്ങാടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മർമ്മ കഷായങ്ങളാണ്. അതിനെ ചെറിയങ്ങാടി, വലിയങ്ങാടി എന്നുള്ള രീതിയിലൊക്കെ കൂടുതലായിട്ടും പറയും. അതിന് പുറമെ മറ്റ് കഷായക്കൂട്ടുകളുമുണ്ട്. അത് പലപ്പോഴും രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്ക് തുറന്ന് പറയാറില്ല. അത് ഗുരുപരമ്പരകളായിട്ട് നമുക്ക് പകർന്നു തരുന്ന ചില രഹസ്യമുറകളാണ്. അതുകൊണ്ടാണ്. അതേസമയത്ത് എക്സ്റ്റേണൽ യൂസിന് നമുക്ക് കൂടുതലായിട്ടും നല്ല ബലാത്തൈലങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള തകരാറുകൾ കൊണ്ടാണ്. നട്ടെല്ലിലുണ്ടാവുന്ന ഏറെക്കുറെ ഒരു 99% പ്രശ്നങ്ങളും നമുക്കിവിടെ പരിഹരിച്ച് വിടാൻ സാധിക്കാറുണ്ട്. മൊത്തം നട്ടെല്ല് ഫുള്ളും സ്റ്റിഫായിട്ട് അല്പം പോലും കുമ്പിടാൻ പറ്റാതെ തല ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ശരീരം മൊത്തം തിരിക്കേണ്ട ഒരു അവസ്ഥ, ആ രീതിയിലുള്ള ആളുകളൊക്കെ നമുക്കിവിടെ ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട്. നമുക്ക് വളരെ നല്ല റിസൾട്ടോട് കൂടി നമുക്ക് മാറ്റിക്കൊടുത്ത് പറഞ്ഞയക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കഴുത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതി തന്നെ നമുക്ക് കളരി ചികിത്സയിൽ കൊടുക്കാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന തൈലക്കൂട്ടുകളും തലയിലേക്ക് പ്രത്യേക തരത്തിലുള്ള എണ്ണകളുണ്ട്. അപ്പോൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രത്യേകതരം എണ്ണകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വിധി പ്രകാരം തണലിൽ ഉണക്കേണ്ടവ, വെയിലത്ത് ഉണക്കേണ്ടവുണ്ട്. അങ്ങനെ അതിൻ്റെ വിധി പ്രകാരം തയ്യാറാക്കി അത് പഴയ കാലത്ത് ഉരലിൽ ഇടിച്ച് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോഴത്തെ മെഷീനിലൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ വെന്ത് അതിൻ്റെ ആവിയായിട്ട് ഒരുപാട് കണ്ടൻറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അതൊന്നും നമ്മൾ താല്പര്യം കാണിക്കാറില്ല. അത് നമ്മൾ അത്തരം രീതികൾ നമ്മൾ ചെയ്യാറില്ല. നമ്മളെപ്പോഴും അമ്മിയിൽ അരച്ചും അല്ലെങ്കിൽ ഉരലിൽ ഇടിച്ചും ഒക്കെ തന്നെയാണ് മരുന്നുകളൊക്കെ തയ്യാറാക്കുക. ആ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന തൈലങ്ങളും കഷായക്കൂട്ടുകളൊക്കെയാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി പ്രധാനമായിട്ടും എടുക്കാറുള്ളത്. ഇപ്പം നമ്മളൊരു തൈലമൊക്കെ ഉണ്ടാക്കാനായിട്ട് 3 ദിവസം 4 ദിവസമൊക്കെയാണ് നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട്. അത്തരത്തിലുള്ള തൈലക്കൂട്ടുകളും കഷായക്കൂട്ടുകളാണ് നമ്മൾ കളരി ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും റിസൾട്ടും ഇത്ര നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഒരു ചികിത്സ കഴിഞ്ഞാൽ അവർക്ക് വർഷങ്ങളോളം നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഒരു പ്രത്യേകത. അല്ലാതെ തൽക്കാലം ആ കാണുന്ന ഒരു അസുഖത്തെ ചികിത്സിച്ച് മാറ്റിക്കളയൽ മാത്രമല്ല കളരി ചികിത്സയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു കായകൽപ്പ ചികിത്സ കൂടിയാണ് എന്ന് വീണ്ടും നമ്മൾ എടുത്തു പറയുന്നതിൻ്റെ പുറകിലെ രഹസ്യം.